നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. ആത്മീയതയുടെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് പാതകൾ, ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. അവയെല്ലാം വ്യത്യസ്തങ്ങളായി തന്നെ ഇരിക്കുമ്പോൾ അവ നയിക്കുന്ന ലക്ഷ്യം ഒന്നു തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം വിവിധങ്ങളായ അനേകം പാതകൾ ഈ ഒരേ ലക്ഷ്യത്തിലേക്ക് എന്നൊരു ചോദ്യം ഉയർന്നു വരാറുണ്ട്. അതിനെക്കുറിച്ച് സാറിന്റെ കാഴ്ചപ്പാട് എന്താണ്? കൂടാതെ ഇത്തരം വൈവിധ്യമാർന്ന പാതകളുടെ ഒരു സാർവത്രിക സമന്വയമായിട്ടാണോ സാർ ഗീതാദർശനത്തെ കാണുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് പറയാം. അനന്തമാണ് പ്രപഞ്ചത്തിലെ വൈവിധ്യം. ഓരോന്നും വേറെയാണ്. മട്ടും മാതിരിയും വേറെ വേറെ ആണ്. ഒരാളും വേറൊരാളെ പോലെ ഇല്ല. ഒരു മൺതരിയും വേറൊന്നു പോലെ ഇല്ല. ഒരു പരമാണുവും വേറൊന്നു പോലെ ഇല്ല. അതുകൊണ്ടാണ് സൂക്ഷ്മമായ അർത്ഥത്തിൽ ഓരോ പ്രത്യേക ഇനത്തിനും മൊത്തമായിട്ട് ഒരു നിയമാവലി ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പരമാണു അല്ലെങ്കിൽ ഒരു മോളിക്യൂള്, ഒരു ഗ്ലാസ് വെള്ളത്തിലെ ഒരു മോളിക്യൂള് അടുത്ത നിമിഷത്തിൽ ഏത് സ്ഥാനത്തായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പ്രവചിക്കാൻ ശാസ്ത്രത്തിന് ഇപ്പോഴും സാധ്യമല്ലാത്തത്. പ്രവചനത്തെ അതീതമാക്കുന്ന ഒരു പരിസ്ഥിതിയാണ് നമുക്കുള്ളത്. എല്ലാ ഇനം പദാർത്ഥങ്ങളും എങ്ങനെ പെരുമാറുന്നു എന്ന കാര്യത്തിൽ തീർച്ചയുണ്ടെങ്കിൽ മാത്രമേ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് നമുക്ക് സാർത്ഥകമായ പ്രവചനം സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കാലാവസ്ഥ, ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് കാലാവസ്ഥാ പ്രവചനം ശരിയാകാത്തത് എന്നാലോചിച്ച് നോക്കൂ. അത് ശരിയാകാത്തത് കാലാവസ്ഥയെ ഉണ്ടാക്കുന്ന, കാലാവസ്ഥ ഭേദങ്ങളെ ജനിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായി അളന്ന് നിരീക്ഷിച്ച് രേഖപ്പെടുത്തി വേണ്ടത്ര വേഗം വിശകലനം ചെയ്ത് നിരൂപിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അനന്തങ്ങളായ ബലങ്ങൾ പ്രവർത്തിക്കുന്നതാണ് കാലാവസ്ഥയുടെ ഉത്ഭവത്തിന് കാരണം, മാറ്റങ്ങളുടെ ഉത്ഭവത്തിന് കാരണം. അപ്പോൾ ഈ അനന്തങ്ങളായ ബലങ്ങളെ മുഴുവൻ ലോകത്ത് പ്രപഞ്ചത്തിലെമ്പാടുമുള്ളതിനെ മൊത്തമായിട്ട് ഒരേ സമയത്ത് നിരീക്ഷിച്ച് കമ്പ്യൂട്ടറിലിട്ട് ഒരേ സമയത്ത് വിശകലനം ചെയ്ത് നമ്മൾ പഠിച്ചാൽ മാത്രമേ കൃത്യമായ ഒരു പ്രവചനം സാധിക്കുകയുള്ളൂ. അത് ഈ ഭൂമിയിൽ എത്ര വലിയ കമ്പ്യൂട്ടർ ഉണ്ടായാലും എത്ര നിരീക്ഷണാലയങ്ങളുണ്ടായാലും സാധിക്കാത്ത സംഗതിയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പ്രവചനം എപ്പോഴും ഒരു കോംപ്രമൈസായിട്ടേ മാറുകയുള്ളൂ, ഒരു ഏകദേശം പ്രവചനമായിട്ടേ മാറുള്ളൂ എന്നർത്ഥം. അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായി പറയാൻ പറ്റാത്തത്. പൂനെയിലെ കാലാവസ്ഥ പ്രവചന ആലയത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ആളുകൾ, അവിടുന്ന് ഇറങ്ങി വരുന്ന ജോലിക്കാരായ ആളുകളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യം, നിങ്ങൾ ഈ സ്ഥാപനത്തിലാണോ ജോലി ചെയ്യുന്നത് എന്നാണ്. ആ ആള് മഴയത്ത് കുടയില്ലാതെയാണ് നടക്കുന്നതെങ്കിൽ ഈ ചോദ്യം പ്രത്യേകിച്ചും ഒരു ചിരിയോടെ ആയിരിക്കും. കാരണം മഴയില്ലാത്ത ഒരു ദിവസം നേരത്തെ കൂട്ടി ഈ കാലാവസ്ഥ ഓഫീസ് പ്രവചിച്ചിട്ടുണ്ടാവും. ലോകമെമ്പാടും ഏതാണ്ട് ഇത് തന്നെയാണ് അവസ്ഥ. പക്ഷേ പുതിയ വിദ്യകളുടെ, ഉപകരണങ്ങളുടെ വരവോടുകൂടിയിട്ട് കുറേ കൂടി ശരിയായ പ്രവചനങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും മനുഷ്യൻ്റെ സ്ഥിതി. നമുക്ക് ആത്മീയത എന്ന വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ഇത് തന്നെ ആലോചിക്കേണ്ടി വരും. എല്ലാവർക്കുമായിട്ട് ഒരു പാത ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല എന്നർത്ഥം. പക്ഷെ അതേ സമയത്ത് എല്ലാവരുടെയും വൈവിധ്യങ്ങളെ വകയിരുത്തിക്കൊണ്ടുള്ള ഒരു പാത ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഒരു പാതയുണ്ടാക്കിയിട്ട് ഇന്ന ആളുകൾക്ക് ഇതിലെ പോകാൻ പാടൂ എന്ന് പറയുന്നതും, വേറൊരു പാതയുണ്ടാക്കിയിട്ട് ഇതിലെ ഇന്ന ആളുകൾക്ക് മാത്രമേ പോകാതിരിക്കേണ്ട കാര്യമുള്ളൂ എന്ന് പറയുന്നതുമൊക്കെ വിവിധ ജാതി മതങ്ങളുടെ രീതിയാണ്. ഈ കാര്യങ്ങളിലൊക്കെ ഏതാണ്ട് ഒരുമയുള്ള ആളുകൾക്ക് ഈ കൂട്ടത്തിൽ ചേരാം,
ആ കാര്യങ്ങളിലൊക്കെ ഒരുമയുള്ള ആളുകൾക്ക് ആ കൂട്ടത്തിലേക്ക് പോകാം എന്ന് പറയുന്ന സ്ഥിതി മനുഷ്യവംശത്തിന് മൊത്തമായ ഒരു ദിശാബോധം നൽകുന്ന കാര്യത്തിൽ ജയിക്കില്ല എന്നുള്ളതിന് എന്താത്ര സംശയം. അപ്പോൾ ഏത് ഭൗതിക സാഹചര്യങ്ങളിലും നമുക്ക് ഒരുമിച്ച് നിൽക്കാവുന്ന ഒരു പദ്ധതി ഉണ്ടാകണമെങ്കിൽ ഈ മനുഷ്യരുടെ മുഴുവൻ വൈവിധ്യങ്ങളെയും കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സമീപന രീതി ആവശ്യമാണ്. ആ സമീപന രീതിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള സംവിധാനം ഉണ്ടാകണം. എല്ലാവരുടെയും വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള സംവിധാനവും കൂടി ഉണ്ടാകണം. അപ്പോൾ അത് മൊത്തമായി ഇൻക്ലൂസീവ് ആവണം, എക്സ്ക്ലൂസീവ് ആവരുത് എന്ന് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പറയാം. ഉൾക്കൊള്ളുന്നതാവണം, പുറന്തള്ളുന്നതാവരുത് എന്നർത്ഥം. അങ്ങനെ ഉൾക്കൊള്ളുന്നതാകണമെങ്കിൽ ഇത്രയും അഭിരുചി ഭേദങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു സ്വീകാര്യത അതിന് കൈവരുത്താൻ കഴിയണം. എൻ്റെ ഒരു ചെറിയ അറിവിൽ അങ്ങനെ ഒരു സ്വീകാര്യത കൈവരുത്താൻ കഴിഞ്ഞിട്ടുള്ള ഏക പദ്ധതി വ്യാസമഹർഷി ഗീതയിൽ അവതരിപ്പിക്കുന്ന ദർശനം ആണ്. ഒരാൾക്കും അത് എനിക്ക് പാകമല്ല എന്ന് പറയാൻ കഴിയില്ല. എനിക്കതിനോട് ഈ കാര്യം കൊണ്ട് വിയോജിപ്പുണ്ട് എന്ന് പറയാനും വളരെ പ്രയാസമാണ്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോഴത് കാര്യം മുഴുവൻ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും എന്ന ഒരു സംഗതി കൂടി ഉണ്ട്. അതുകൊണ്ട് വൈവിധ്യം എന്നുള്ളത് ഏതു തരത്തിലും നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് ഗീത അംഗീകരിക്കുന്നത്. എല്ലാ വൈവിധ്യങ്ങളെയും അടിസ്ഥാനപരമായ ജീവൻ എന്ന ഒരു സൂത്രവിദ്യയിലൂടെ സമന്വയിപ്പിച്ച് ഒരു പൊതുവായ ലക്ഷ്യം നമുക്കുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തന്ന് അതേയുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തി നമ്മളെ അതിലേക്ക് കൊണ്ടുപോവുകയാണ് ഗീത ദർശനം ചെയ്യുന്നത്. സംശയം കൂടാതെ നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു മാർഗമാണ് അത്. ഇത് ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ ആചാരങ്ങളുടെയോ ഒരു മതഗ്രന്ഥത്തിൻ്റെയോ കാര്യമല്ല എന്നുള്ളതും കൂടി ശ്രദ്ധേയമാണ്. ഒരു ധാരണയാണ്, ഒരു നിലപാടാണ്, ഒരു സമീപന രീതിയാണ്, ഒരു ബോധോദയമാണ് എന്നർത്ഥം. അതുകൊണ്ട് നമുക്ക് സംശയലേശം കൂടാതെ ഗീതാ ദർശനത്തെ ആശ്രയിച്ചിട്ട് നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥമുണ്ടാക്കാൻ കഴിയും. അതിന് ഒരു വേദവും ഒരു ശാസ്ത്രവും ഒരു പക്ഷഭേദവും പ്രതിബന്ധമായി നിൽക്കേണ്ടതില്ല ഒരിക്കലും എന്നുകൂടി ധരിക്കുക.